ഹൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. ആടാം പാടാം ഹൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചിട്ട് കളിയുടെ കഥകൾ. ആണും പെണ്ണുമല്ലാത്ത ചതിയനന്ത്രു ഹൈദ്രോസ് മടിയിൽ മയങ്ങുമ്പോ, മൂക്കിന്റെ അറ്റത്ത് തൊലിപോയ ഭാഗത്ത് സിഗരറ്റ് കുറ്റി കൊണ്ടാഞ്ഞുകുത്തി. ഹംസക്കായുടെ വാടക സൈക്കിളിൽ വേദനയോടെ വിഷമത്തോടെ ആചാരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ സൈക്കിള് പഞ്ചറായി മരിച്ചു വീണു. പടച്ചോനെ, എന്തോരെ ഹംക്കളുടെ തലയെടുത്ത ബാളാണിത്. ഇപ്പൊ ഇതുകൊണ്ട് ഇറച്ചി പോലും നുറുക്കാൻ പറ്റണല്ലോ റബ്ബേ. കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു, ഓ മഗ്‌രിബ് വാങ്ക് കേട്ടില്ലേ? കളരില് വിളക്കൊളുത്ത്. ബെട്ടം 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 പച്ചമി. കളരി പരമ്പര ജിന്നുകളെ കാത്തുകൊള്ളണേ. കുഞ്ഞിപ്പാത്തു, ബിരിയാണി റെഡിയായ? പുറത്താരാണ്? അകത്ത് ഞമ്മള്. പുറത്താരാന്നാ ചോദിച്ചത്? ഇത് വലിയ ഡെങ്ങേറായില്ലേ കുഞ്ഞിപ്പാത്തു? ആ ബാലൂർ നോർത്തെ ഞമ്മള് പോയി വീണേനെ. എഴുന്നേക്ക്. എന്തായാലും നെഞ്ചും തല്ലി വീണല്ലേ. കുഞ്ഞിപ്പാത്തു, ഈ പുള്ളങ്ങക്ക് ഓരോ ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങുള്ളം കൊടുത്തേ. ബാളു കളിക്കണ്ട. നമ്മളിങ്ങടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നല്ല. പിന്നെന്താ, ഞമ്മളെ വെള്ളം കുടിപ്പിക്കാൻ വന്നതാ? ഇങ്ങടെ തല വെട്ടാൻ വേണ്ടി വന്നാണ്. ആഹാ, അപ്പൊ ബാർബർമാരായിരുന്നല്ലേ? മുടി വെട്ടാനാണെങ്കിൽ വല്ല വെട്ടവും വിളിച്ചോളപ്പൊക്കെ വന്നൂടെ? അല്ല, നമുക്ക് ഈ തല വേണം. ഏത്തല? ഈ തല. അത് പറ. അപ്പൊ നിങ്ങ കൊട്ടേഷൻ ടീമാണല്ലേ? നിങ്ങൾ പരിഹസിക്കാതെ വാളടിക്കിൻ ചതിയൻ അന്ത്രു. അത്രക്കായ ആരോട് അംഗം? നമ്മളെ തോറ്റൊന്നും കരുതണ്ട. നമ്മളെ മൂത്താപ്പ പഠിപ്പിച്ച ഒത്തിരി അടവുണ്ട് നമ്മുടെ കയ്യിൽ. കാണണോ നിങ്ങക്ക്? മുലപ്പാലിന്റെ മണം മാറാത്ത ഈ കബൂർ പിള്ളേരോട് തൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം? പറയിൻ, ഇനി എന്തുണ്ട് കയ്യിൽ? ബിരിയാണി തിന്ന് പെരിഞ്ചീരകവും ബായിലിട്ട് വടിപാള് കൊണ്ട് ബായത്തട വെട്ടി വീഴ്ത്തുന്നതോ അംഗം? അതോ കബൂർ വൈക്കന്മാരെ കൊച്ചിന്നിറക്കി പുറകേന്ന് തല്ലി വീഴ്ത്തുന്ന ആറാമ്പറ നടവോ? അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. കുടിയനോട് ഇടിച്ചു മരിച്ച ബാപ്പ ആദ്യം നമ്മളെ തോൽപ്പിച്ച്, പൊന്നും പറമ്പും വിറ്റ് മുച്ചീട്ട് കളിക്കാൻ ഇറങ്ങി കള്ളക്കളി കളിച്ച് ബീരാൻ നമ്മളെ തോൽപ്പിച്ച്. തോൽവികൾ ഏറ്റുവാങ്ങാൻ അന്ത്രുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ആണായി പറഞ്ഞവർക്കാർക്കും അന്ത്രുവിനെ തോൽപ്പിക്കാനാവില്ല. വന്ന വഴി മടങ്ങിപ്പോ. മടങ്ങിപ്പോകാൻ മടങ്ങിപ്പോക്കോളാം. പക്ഷേ ചതിനന്ത്രിന്റെ തലയുമായിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുള്ളൂ. നിങ്ങളുടെ തലയിലോട്ട് ചെന്നാ നമ്മുടെ തലയെടുക്കും. നമ്മുടെ തലയോട് ഇത്രക്ക് പൂജയുള്ള നിങ്ങളുടെ ഉമ്മാടെ പേരെന്താണ്? പറയിൻ, ബായ തുറന്നു പറയിൻ. നമ്മുടെ ഉമ്മാനെ ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? നിറകൊണ്ട പാതിരാക്ക് കുമരമ്പുഴ നീന്തിക്കടന്ന് നമ്മളെ ഉമ്മാന്റെ അടുക്കള കയറിയത് ഇങ്ങക്ക് അറിഞ്ഞൂടല്ലേ? ആറ്റുമണം മേലെ
ഹായ് അന്തർച്ചേകോര് നിങ്ങള് പറഞ്ഞത് ആരെങ്കിലും കണ്ടാ? നമ്മളെ ആരും കണ്ടില്ല. പക്ഷേങ്കില് ഒരു പകയൻ തലയിൽ മുണ്ടിട്ടിട്ട് ഈ മതിലിയാരി ഓടണം കണ്ടല്ല. അതാരാണ് ഉണ്ണീശ? അത് നമ്മുടെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാൻ വന്ന ഉസ്താദില്ലേ? ഈ പാതിരക്ക അതവിടെ നിൽക്കട്ടെ. നമ്മളോട് എന്തിനാണ് ഈ പാതിരാത്രിക്ക് വരാൻ പറഞ്ഞ് നീ ഫോൺ ചെയ്തത്? ആരോടും പറയരുത്. ഇല്ലെന്നേ. നമ്മുടെ തല തൊട്ട് സത്യം ചെയ്യേ. നമ്മുടെ മയ്യത്തായ ബാപ്പയാണ്, നമ്മുടെ പൊന്നും കെട്ട ഉണ്ണി ഐശാണ് സത്യം. നമ്മളിത് ആരോടും പറയൂല. എങ്കി പറയാം. 14-ാം തീയതി കുടുംബശ്രീയുടെ വാർഷിക. അവിടെ കളിക്കാൻ ഞമ്മളൊരു കോലുകളി പഠിപ്പിച്ചു തരുമോ? ചെയ്തൻ വെറുതെ ആശിപ്പിച്ച്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ? അല്ല ഒന്നുമില്ല, കോലെടുത്തോളാൻ പറഞ്ഞതാ. നമുക്ക് കളി തുടങ്ങാം. എടുക്കെടുക്ക്. ഓ ഈ പാലിൽ കൊന്നത് കോലളിക്കാൻ വേണ്ടിയാണ്. തുടങ്ങാം. അഞ്ചഞ്ചും പൊരുളടി കനമറിവായ് ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവായ് ആയും ചുഴും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി കനമറിവായ്. പടച്ചോനെ പണി പാളിന്ന തോന്നണേ. നിന്റെ പുയ്യാപ്പള കുഞ്ഞി ബീരാനെന്നാ തോന്നണേ. വള്ളുവനാട് അകത്തിന് പോയിട്ട് നാളെ വരത്തുള്ളൂ പറഞ്ഞതുകൊണ്ടാ ഞാൻ അന്തർച്ചേകരോട് വരാൻ പറഞ്ഞത്. ഡബിൾ കഞ്ഞിയായല്ല. ഇതിപ്പോ പകയനെ കണ്ടിട്ട് നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിക്കും? ഒന്ന് പറ. ഓ പടച്ചോനെ, ഇവിടെ എവിടെ ഒളിച്ചാലും അവൻ നമ്മളെ പൊക്കും. ഓന് നമ്മൾ തമ്മിലുള്ള നിൽക്കുമ്പത്തിൽ പണ്ടേ ഡൗട്ട് ഉണ്ട്. ഈ പകയും കാണാതെ ഇപ്പൊ നമ്മൾ എവിടെ പോയി ഒന്ന് ഒളിച്ചു നിൽക്കും? ഒന്ന് പറ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കട്ടിലേ കയറി ആ പുതപ്പിട്ട് അങ്ങ് മൂടിക്കട. കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേറി വന്ന വൈക്ക് കട്ടില് കാണൂല പകയൻ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇന്ന് വരെ ഞാൻ കിടക്കണ കട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നല്ലേ ഓ ഉണ്ണേശ, നമ്മുടെ കൈയും കാലും വരച്ചിട്ട് പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ആ വാതിലിന്റെ മറയിലോട്ട് മാറി നിൽക്ക്. ഞമ്മള് വാതില് തുറക്കുമ്പോ അങ്ങേരകത്തേക്ക് കയറും. ആ തകം നോക്കി നിങ്ങള് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടിക്കോണം. കേട്ടല്ലോ? നിക്കേ കാത്തോളണേ. ആണും പെണ്ണും കെട്ട കൊള്ള ഹിമാറേ, ഞമ്മടെ ഈ കങ്ങത്തിന് പോയി തക്കം നോക്കി ഓടി പൊളിച്ച് നീ ഞമ്മടെ കിടപ്പറ കേറിയ തക്ക സമയത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞമ്മടെ മാനം. വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ടിക്ക വേണ്ട വേണ്ട. കൃതപാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തന്തിമി താളം കൃത താളം തങ്കൃതപാമകരി തങ്കത്തുങ്ക തതിങ്കിണ കിങ്കൃത തെമികിട മേളം തകതന്തരി സരിഗമ തക്കിടജത്ത കിങ്കിണ തിന്തിമി താളം കൃത താളം കൃതപാമകരി. ഇതാണ് മക്കളെ സത്യം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിറകൊണ്ട പാതിരാക്ക് കുമരമ്പഴ നീന്തി ഞമ്മളെ ഉമ്മാന്റെ കിടപ്പുറ കയറി അറാമ്പറപ്പ് കാണിച്ചത് നമ്മൾ ക്ഷമിച്ചു. കാരണം ഞമ്മടെ മാത്രം കാര്യമായിരുന്നു. പക്ഷെങ്കില് നമ്മുടെ മാമാലിയാരി ജഗവരെ ചതിച്ച് ബാളിന് വെട്ടിക്കൊന്നില്ലേ, അത് നമ്മള് ഹൈക്കൂല. കളരിപ്പരമ്പര ജിന്നുകളാണ്. ഞമ്മടെ ഉമ്മ പുത്തൂരം വീട്ടിൽ ഉന്നയിച്ചാണ്. മയ്യത്തായി പോയ ഞമ്മടെ മാമ അലിയാർ ചേതൂരാണ്. ഈ ചതിനന്ത്രുണ്ട തല കൊണ്ടല്ലാതെ ഈ അസനുണ്ണിയും ഉസനുണ്ണിയും മടങ്ങി പോകുന്ന പ്രശ്നമില്ല. ഇത് ഹക്ക് ഹക്ക് ഹക്ക്. എന്തുകൂട്ട് നനക്ക് മക്കളെ, എന്നെ പറ്റി നിങ്ങളുടെ നാട്ടിൽ ഓ മുക്രി അറവന മുട്ടി പാടി നടക്കണല്ല സത്യം. ബാബാ കേക്ക്. നമ്മള് നടന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. വടക്കാഞ്ചേരി മാർക്കറ്റിൽ പറ്റൂല. ഇപ്പുറത്ത് നിന്റെ മാമ അലിയാരി ശേഖവര്, അപ്പുറത്ത് അരിങ്ങോടര് അബൂബക്കർ. നിന്റെ മാമക്ക് തുണ പോകാനായിട്ട് നമ്മൾ തന്നെ വേണോന്ന് നിന്റെ വല്യാപ്പക്ക് ഒരേ നിർബന്ധം. അങ്ങനെ നിന്റെ മാമക്ക് ഞമ്മള് തുണ പോയി. പാടാം പാടാം വൈദ്രോസ് ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വെടക്ക് കഥകൾ, ബേജാറ് കഥകൾ, മുച്ചീട്ട് കളിയുടെ കഥകൾ. ഇടതിരി വലതിരി മറിഞ്ഞുകെട്ടി അരിമോട അലിയാര് തിരിഞ്ഞുകെട്ടി
ആരോമൽ ഐദ്രോസ് പറന്നു വെട്ടി കണ്ടു നിന്നന്ത്രുന്റെ ചങ്ക് പൊട്ടി ഐദ്രോസിന് അന്നുന്ന പ്രൈസ് കിട്ടി നഗലിപ്പ് കൊണ്ടവൻ ആർത്തുകൊള്ളി എന്നെ പൊളിച്ചത് വിളിച്ചു കേട്ടു നിന്നവരെല്ലാം വാവൊളിച്ചു. നിങ്ങളുടെ മാമാനെ നമ്മൾ ബാള് കൊണ്ട് വെട്ടിക്കൊന്നതല്ല, ആ ബാദൂരി കുടിച്ചു കുടിച്ചു ബാള് വെച്ച് മയ്യത്തായി പോയതാണ്. അന്തർമാമ ഞമ്മളോട് സേവിക്കൂ. ഉമ്മ പറഞ്ഞെന്ന നുണ മുഴുവനും കേട്ട് ഞമ്മൾ അന്തർമാമനെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കുക എല്ലാം ക്ഷമിച്ചേക്കണേ. പോയാ ഇവിടെ ഉണ്ടാ. എണീക്ക് സന്തോഷായി, നമുക്ക് സന്തോഷായി. വാ, ഇപ്പോഴെങ്കിലും ഈ മാമാനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. മാമാക്ക് പെറുക്കാതെ പോയ ഉണ്ണികളാണല്ലോ നിങ്ങള്, അസനുണ്ണിയും ഹുസൈനുണ്ണിയും. എന്താ ഇനിയും വിശ്വാസായില്ലേ? നമ്മളെ വിശ്വാസായില്ലേ? ഇനിയും വിശ്വാസായില്ലെങ്കിൽ നമ്മള് കുനിഞ്ഞേക്കണ്. മാമയുടെ തല എടുത്തോളി. വെട്ടറാ വെട്ട്.